നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പാക് ഭീകരർ തിരിച്ചടിക്കാനൊരുങ്ങുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. കാശ്മീരിലും രാജ്യത്തെ തന്ത്രപ്രധാന മേഖലയിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. കാശ്മീർ കനത്ത സൈനിക വലയത്തിൽ എന്ന് തന്നെ പറയാം. 3-4 ദിവസങ്ങൾക്കുള്ളിൽ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിടുന്നതായാണ് മുന്നറിയിപ്പ്. പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ചടി നൽകാൻ ജെയ്ഷെ മുഹമ്മദ് രഹസ്യമായി പദ്ധതി തയ്യാറാക്കുന്നതായാണ് സൂചന. സുരക്ഷാ ഏജൻസികളോട് ജാഗ്രത പുലർത്തുന്നതിനും കാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും രഹസ്യാന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വടക്കൻ കാശ്മീരിലെ ഖാസിഗുണ്ടിലും അനന്ത്നാഗിലും അതിതീവ്രതയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടാകാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ടാറ്റ സുമോ SUV സ്ഫോടനത്തിന് ഉപയോഗിക്കുമെന്നും സൂചനയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇന്ത്യ രാജസ്ഥാൻ എയർബേസ് കേന്ദ്രീകരിച്ച് പാകിസ്ഥാനെതിരെ യുദ്ധത്തിനായി കോപ്പ് കൂട്ടുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപണം. ഇന്ത്യയെ ഇതിനായി സഹായിക്കുന്നതാകട്ടെ ഇസ്രായേലും എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. കാശ്മീരിൽ പുതിയ ചാവേർ ആക്രമണത്തിന് പാകിസ്ഥാൻ പദ്ധതിയിടുന്നത് കാര്യങ്ങൾ വീണ്ടും ഗുരുതരമാക്കും. എത്ര കിട്ടിയാലും പാകിസ്ഥാൻ നന്നാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുന്നത്. ഇതിനിടെ ജെയ്ഷെ മുഹമ്മദിന്റെ 9 എണ്ണമടക്കം പാകിസ്ഥാനിൽ 22 ഭീകരവാദ ട്രെയിനിങ് ക്യാമ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട്. ഇതുവരെ ഈ കേന്ദ്രങ്ങൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഒരു മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ വാഷിംഗ്ടണിൽ പറഞ്ഞു. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബാലാകോട്ടിന് സമാനമായ സൈനിക നടപടികൾ എടുക്കേണ്ടി വരുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ബാലാകോട്ട് ആക്രമണത്തിന് ശേഷം ഭീകരർക്കെതിരെ പാകിസ്ഥാൻ കർശന നടപടി കൈക്കൊള്ളേണ്ടതിന് പകരം കറാച്ചിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും വ്യോമഗതാഗതം അടച്ചിടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. നുണപ്രചാരണങ്ങൾ പരത്തുക എന്നത് മാത്രമാണ് പാകിസ്ഥാൻ ചെയ്തത്. ഭീകര നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി എന്ന് പറഞ്ഞ് ആഡംബര താമസ സൗകര്യം ഒരുക്കുന്ന ചുറ്റിത്തിരിയുന്ന വാതിൽ നയമാണ് പാകിസ്ഥാന്റേത്. സ്ഥിതിഗതികൾ സാധാരണ നിലയിലായാൽ വീട്ടുതടങ്കലിലാക്കി സംരക്ഷണം നൽകിയവരെ വിട്ടയക്കുകയും ചെയ്യും. എന്നാൽ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു പുതിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിർത്തി കടന്നു വരുന്ന എല്ലാ ഭീകരാക്രമണങ്ങൾക്കും അപ്പോൾ തന്നെ പ്രതികാരം ചെയ്യുക. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും മോദി സർക്കാർ തയ്യാറാകില്ല. ഉടൻ തിരിച്ചടിയും പ്രതികരണവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.